അച്ഛൻ പറയുന്നതെല്ലാം സത്യമാണെന്നാണോ? ഞാൻ മറ്റൊരു കാര്യം പറയട്ടെ. ഈ രണ്ടു മക്കളുടെ മനസ്സിലിരിപ്പ് മനസ്സിലാക്കിയിട്ട് ശാരദാമ്മയെ ഇവരുടെ കൂടെ നിർത്തിയാൽ ശരിയാവില്ലെന്ന് മനസ്സിലാക്കി അച്ഛൻ തന്നെ ചെയ്യുന്ന ഒരു ഡ്രാമയാണെങ്കിലോ? അല്ല, അങ്ങനെ ആവാലോ. വീട്ടിലേക്ക് എനിക്ക് പോവാനാവില്ല. അവിടെ ചെന്ന് അവരെന്റെ കല്യാണം നടത്തും. ഇവിടുത്തെ ശിവൻ താലി കെട്ടിയ പെണ്ണാ ഞാൻ. അപ്പൊ പിന്നെ ഇവിടെ അല്ലാതെ മറ്റെവിടെ താമസിക്കാനാ? അവൻ താലി കെട്ടി എന്നല്ലേ ഉള്ളൂ, നിയമപരമായിട്ട് വിവാഹം കഴിച്ചിട്ടൊന്നുമില്ലല്ലോ. എന്നാ മറ്റൊരു പെണ്ണുമായിട്ട് അവൻ നിയമപരമായിട്ട് വിവാഹം കഴിച്ചു കഴിഞ്ഞു. അവരൊന്നിച്ചൊരു വാടക വീടെടുത്ത് താമസവും തുടങ്ങി. ഇനി നിനക്ക് എന്തെങ്കിലും അവനോട് പറയാനുണ്ടെങ്കിൽ അവൻ താമസിക്കുന്ന വാടക വീട്ടിൽ പോയി പറയണം. ഇനി അവന്റെ കൂടെ താമസിക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ അവൻ കെട്ടിക്കൊണ്ട് വന്നിരിക്കുന്ന പെണ്ണിനെ പറഞ്ഞു വിട്ടിട്ട് അവന്റെ കൂടെ താമസിച്ചോ. അച്ഛനെ കളിയാക്കുവാണോ? നാട് നീളെ വിവാഹം കഴിച്ച് നടക്കുന്ന എന്റെ മകനെ കുറിച്ച് ഞാൻ പിന്നെ എങ്ങനെ പറയണം? ഉള്ളത് പറയാമല്ലോ മോളെ. എന്റെ മകനായതുകൊണ്ട് പറയൊന്നുമല്ല. അവനിപ്പോ മറ്റൊരു പുളിങ്കൊമ്പിലാ കയറി പിടിച്ചിരിക്കുന്നത്. ആ പുളിങ്കൊമ്പ് വിട്ടിട്ട് അവൻ എന്റെ പിന്നാലെ വരുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. ഇനി അവനെ നിന്റെ പരിധിക്ക് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ നീ അവന്റെ ജീവിതത്തിലേക്ക് ഇടിച്ചു കയറി ചെല്ലുകയെ നിവൃത്തിയുള്ളൂ. ഇവിടെ നീ താമസിച്ചാൽ നിനക്ക് നിന്റെ വീട്ടിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റും, അല്ലാതെ ശിവന്റെ കൂടെ ജീവിക്കാനൊന്നും പറ്റില്ല. ഞാനപ്പോ ഇവിടെ നിന്ന് ഇറങ്ങണമെന്നാണോ അച്ഛൻ പറയുന്നേ? എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ നിന്റെ ഉദ്ദേശം നടക്കണമെന്നുണ്ടെങ്കിൽ അവന്റെ ഒപ്പം താമസിക്കണമെന്ന് ഞാൻ പറഞ്ഞുള്ളൂ. മഹേട്ട, എന്തൊക്കെയാ മഹേട്ട ഈ പറയുന്നേ? ശിവന്റെ സ്വസ്ഥത കെടുത്താൻ നിങ്ങൾ ഓരോന്ന് ഒപ്പിച്ചോണ്ട് വരുവാണോ? അവൻ ആദ്യം കെട്ടിയത് എവളെയല്ലേ, എന്നിട്ടല്ലേ അവൻ മറ്റവളെ കണ്ടപ്പോ അങ്ങോട്ട് ചാടിയത്. ഇങ്ങനെ ഓടിപ്പാഞ്ഞ് നടക്കുന്നവനൊന്നും സ്വസ്ഥമായിട്ട് ജീവിക്കണ്ട. അച്ഛനെ അമ്മയും വേണ്ടാതെ സ്വന്തം ഇഷ്ടത്തിന് ജീവിക്കാൻ പോയതല്ലേ. ഇത്രയൊക്കെ സന്തോഷം മതി, കുറച്ച് സങ്കടവും കൂടി ഉണ്ടാവട്ടെ. എന്നാലേ ഭഗവാനെ വിളിക്കൂ. ജനിപ്പിച്ച അച്ഛനെയോ അമ്മയോ വിളിക്കില്ല എന്നുള്ളത് അറിയാം. ഈശ്വരനെങ്കിലും വിളിക്കട്ടടി. മഹേട്ട, ദേ, രാത്രി ആയതുകൊണ്ടും പിന്നെ നീ ഒരു പെണ്ണായതുകൊണ്ടും നിന്നെ ഇപ്പൊ ഇവിടുന്ന് ഞാൻ ഇറക്കി വിടുന്നില്ല. പക്ഷെ നേരം പുലരുമ്പോ തന്നെ ഇവിടുന്ന് നീ പൊക്കോണം. ഇല്ലെങ്കിൽ എനിക്ക് ബലമായിട്ട് നിന്നെ ഇവിടുന്ന് ഇറക്കി വിടേണ്ടി വരും. പറഞ്ഞില്ല എന്ന് വേണ്ട. അവന് ഞാനങ്ങനെ സ്വസ്ഥതയോടെ ജീവിക്കാൻ വിടില്ല. ഞാൻ അന്നീ ശാലിനി വിളിച്ച് പറഞ്ഞതല്ലേ, ശാരദാമ്മയിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. അതെന്തെങ്കിലും രീതിയിൽ പരിഹരിച്ചില്ലെങ്കിൽ അത് പിന്നെ മറ്റു പല രോഗാവസ്ഥകളിലേക്ക് മാറാമെന്ന്. അത് ശരി തന്നെയാ. ചികിത്സയ്ക്കായിട്ട് അമ്മയെ വിളിച്ചോണ്ട് പോയത് അച്ഛനാണെന്ന് ശാരികേച്ചിയും ശ്യാമയും കണ്ടത്. അച്ഛൻ പറഞ്ഞിട്ട് അമ്മയ്ക്കുള്ള ഡ്രസ്സ് ഒരു ബാഗിലാക്കി അവരാ കൊടുത്തത്. അമ്മയെ ആശ്രമത്തിലെ ഡോക്ടറെ കാണിച്ച് അമ്മയുടെ എല്ലാ ക്ഷീണാവസ്ഥയും മാറ്റി തിരിച്ചു കൊണ്ടുവരാന്ന് പറഞ്ഞ് അച്ഛൻ അമ്മയെ കൊണ്ടുപോയെന്നാ അവര് പറയുന്നത്. പക്ഷെ ഇവരീ പറയുന്ന കാര്യങ്ങളൊന്നും അച്ഛൻ സമ്മതിക്കുന്നില്ല. അച്ഛൻ ഇവിടെ വന്നിട്ടില്ലെന്നും അമ്മയെ കൂട്ടിക്കൊണ്ടു പോയിട്ടില്ലെന്നുമാ പറയുന്നത്. ചായ. പിന്നെ ആരാ അമ്മയെ കൂട്ടിക്കൊണ്ടു പോയേ? അച്ഛൻ പറയുന്നതാണോ ശരി, ശാരികേച്ചിയും ശ്യാമയും പറയുന്നതാണോ? ആരോ ഒരാള് ഇതില് കള്ളം പറയുന്നുണ്ട്. ആർക്കൊരു ദോഷവും വരുത്താതെ എല്ലാവർക്കും നന്മ വരണമെന്ന് ആഗ്രഹിച്ച് എന്റെ അമ്മയ്ക്ക് ഇതെന്താ സംഭവിച്ച? ആലോചിച്ചിട്ട് ഒരെത്തും പിടിയും കിട്ടാത്തോണ്ട് ഞാൻ രേഷ്മയെ കാണാൻ വന്നത്. അമ്മയുടെ ആ സമയങ്ങളില് രേഷ്മയായിട്ട് നല്ല സൗഹൃദത്തിലായിരുന്നല്ലോ. അമ്മയെ കാണാൻ രേഷ്മ വീട്ടിൽ പോവാറുണ്ടെന്ന് ഞാൻ കേട്ടു. അപ്പൊ
അപ്പോഴൊക്കെ എങ്ങനെയായിരുന്നു ശാരികേച്ചിയുടെയും ശ്യാമയുടെയും പ്രതികരണം? അമ്മയായിട്ട് അവർ വഴക്കോ മറ്റു രീതിയിലുള്ള ബുദ്ധിമുട്ടിക്കലോ അങ്ങനെ എന്തെങ്കിലും രേഷ്മയുടെ കണ്ണിപ്പെട്ടായിരുന്നോ? ശാരദാമ്മ എത്രത്തോളം ഒതുങ്ങാമോ അത്രത്തോളം ഒതുങ്ങിയാ അവിടെ കഴിഞ്ഞോണ്ടിരുന്നത്. ശ്യാമയുടെ കയ്യിലേക്ക് ആ വീടും പറമ്പും കൊടുത്തിട്ട് ശാരദാമ്മ ശാലിനിയുടെ കൂടെ വന്ന് നിൽക്കുമെന്ന് ശ്യാമ കൂടെ പറയുന്നുണ്ടെന്ന് ശാരദാമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട്. രോഹിത്തും കൂടി അവിടെ വന്ന് നിൽക്കുന്നതുകൊണ്ട് അങ്ങനെ ഒരു മോഹം ശ്യാമയുടെ മനസ്സിലും ഉണ്ടായിരുന്നു. മാത്രമല്ല ശാരദാമ്മയ്ക്ക് കൂടുതൽ സ്നേഹം ശാലിനിയോടാണെന്നും ഇനിയുള്ള കാലം സത്യാമ്മയുടെ വീട്ടിലെ ശാലിനിക്കൊപ്പം വന്ന് നിൽക്കാനും അവരാഗ്രഹിച്ചിരുന്നു. ഇതെനിക്കൊരു പുതിയ അറിവാ രേഷ്മേ. ചില സമയങ്ങളിൽ ശ്യാമയുടെ ആഗ്രഹം അവൾ എന്നോടും സൂചിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ അതെല്ലാം ഓരോ ആഗ്രഹങ്ങൾ പറയുന്നതായിട്ട് ഞാൻ കണക്കാക്കിയുള്ളൂ. ഞാനാ വീട്ടിൽ വരുന്നതിന് ശാരികയും ശ്യാമയും കൂടി എന്നെ തടഞ്ഞിട്ടുണ്ട്. ഞാൻ കാരണമാണ് അവരുടെ അമ്മയ്ക്ക് ഡിപ്രഷൻ വരുന്നതെന്ന്. ഞാൻ ചെല്ലുന്നത് ശാരദാമ്മയ്ക്കൊരു ആശ്വാസമായിരുന്നു. അതെന്നോട് ശാരദാമ്മ പറഞ്ഞിട്ടുമുണ്ട്. ഇനി അവരുടെ ശല്യം സഹിക്കാൻ വയ്യാതെ ശാരദാമ്മ ആ വീട്ടിൽ നിന്ന് എങ്ങോട്ടെങ്കിലും ഇറങ്ങിപ്പോയതാവോ? എന്നിട്ടവര് അച്ഛൻ വന്ന് കൂട്ടിക്കൊണ്ടു പോയെന്നൊക്കെ കള്ളം പറയുന്നതാവോ? എന്തിന്? അതുകൊണ്ട് എന്താ ഇവർക്കുള്ള ഗുണം? ആലോചിച്ച പല ഗുണങ്ങളും ഉണ്ട്. എല്ലാവരും നോക്കുന്നത് അവനവന്റെ നിലനിൽപ്പല്ലേ ശാലിനി. അപ്പോ അച്ഛൻ പറയുന്നതെല്ലാം സത്യമാണെന്നാണോ? ഞാൻ മറ്റൊരു കാര്യം പറയട്ടെ. ഈ രണ്ടു മക്കളുടെയും മനസ്സിലിരിപ്പ് മനസ്സിലാക്കിയിട്ട് ശാരദാമ്മയെ ഇവരുടെ കൂടെ നിർത്തിയാൽ ശരിയാവില്ലെന്ന് മനസ്സിലാക്കി അച്ഛൻ തന്നെ ചെയ്യുന്ന ഒരു ഡ്രാമയാണെങ്കിലോ? അല്ല, അങ്ങനെ ആവാലോ. ഇതിപ്പോ വല്ലാത്തൊരു പ്രതിസന്ധിയായല്ലോ. എനിക്കൊരു സങ്കടം വന്ന് ചെന്ന് ചാരി ആശ്വാസം കണ്ടെത്തുന്നൊരു ചുമല്, അതാ എനിക്കിപ്പോ നഷ്ടമായത്. എത്ര സങ്കടങ്ങളും ഉൾക്കൊള്ളാനുള്ള ഒരു അക്ഷയപാത്രം, സങ്കടങ്ങളെ സന്തോഷമാക്കി മാറ്റാനുള്ള എന്തോ ഒരു സൂത്രം എൻ്റെ അമ്മയ്ക്ക് ഭഗവാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞാനും പലപ്പോഴും കടമെടുത്തിട്ടുണ്ട്. പക്ഷെ ഇങ്ങനൊരു വേർപാട് അതെനിക്ക് താങ്ങാവുന്നതിനപ്പുറമാണ്. എനിക്കെൻ്റെ അമ്മയെ കണ്ടെത്തിയേ ഒക്കൂ. അച്ഛൻ വന്ന് കൂട്ടിക്കൊണ്ടു പോയതാണെങ്കിലും അമ്മ സ്വയം ഇറങ്ങിപ്പോയതാണെങ്കിലും ഇനി അതല്ല ശാരികേച്ചിയുടെയും ശ്യാമയുടെയും പ്രേരണ കൊണ്ട് വീട് വിട്ട് ഇറങ്ങിയതാണെങ്കിലും എനിക്കെൻ്റെ അമ്മയെ കണ്ടെത്തണം. എന്തായാലും ഒരു കാര്യം ഉറപ്പാ, എത്ര ബുദ്ധിമുട്ടുകൾ വന്നാലും എൻ്റെ അമ്മ ആത്മഹത്യ ചെയ്യൊന്നുമില്ല. ശാലിനി, ഒരിക്കലും തളരരുത്. എല്ലാ പ്രതിസന്ധികളെയും അതിജീവിക്കാൻ ശാലിനിക്ക് കരുത്ത് കിട്ടുക തന്നെ ചെയ്യും. എന്റെ പ്രാർത്ഥനയും കൂടെ ഉണ്ടാവും. അത് മാത്രമേ എനിക്കിപ്പോ പറയാൻ പറ്റൂ. ഓർമ്മ വെച്ച നാളെ മുതൽ അമ്മയുടെ കഷ്ടപ്പാടും ദുരിതമായിരുന്നു കൺമുന്നില്.